ഇത് ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് പവർഡ് ബൈ കണ്ടം കുളത്തി കുങ്കുമ ചന്ദനാദി ഫെയർനെസ് ഓയിൽ ആൻഡ് അമൃത ബിന്ദു. ഇപ്പൊ ശരിയാക്കി തരാം. മാറിക്ക് ഇപ്പൊ നിങ്ങൾ ഞെട്ടും കണ്ടാണോ? എന്താ സംഭവം? എന്താ സംഭവം? എന്റെ നിധി ഇവിടെ കിടക്കല്ലേ? ഈ വീണ്ടും കുഴിക്കാൻ പോകണോ? പിന്നല്ല, എന്റെ നിധി ഇവിടെ എനിക്ക് വീട്ടിൽ പോയിരിക്കാൻ പറ്റുമോ? നിങ്ങൾ എന്താ മുമ്പ് പറഞ്ഞത്? ഞാൻ മുമ്പ് വന്നപ്പോ എന്താണ് പറഞ്ഞത്? നിധി വിടില്ല, എനിക്ക് വട്ടാണെന്നല്ലേ? നിധി ഇവിടെ ഇല്ലാന്നേ നമ്മൾ പറഞ്ഞോളൂ. നിങ്ങൾക്ക് വട്ടാണെന്ന് നമ്മൾ പറഞ്ഞില്ല. അത് വേറൊരാള് പറഞ്ഞതാണ്. അത് വേറൊരാള് പറഞ്ഞതാണ്. പക്ഷെ എന്തായാലും ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ ഇവിടുന്ന് നിധി എടുക്കാൻ പോവുകയാണ്. നമ്മൾ ഞെട്ടിക്ക് നമ്മുടെ സ്വാമി വന്നിട്ടുണ്ട്. സ്വാമി വിളിക്കാം. സ്വാമി, നിങ്ങൾ ഞെട്ടി കണ്ട അത്ഭുതങ്ങൾ കണ്ട സ്വാമി വരുമോ? ഇവിടെ ഒരു ചാനലിന്റെ പരിപാടി നടക്കുകയാണല്ലേ? ദൈവമേ, എന്തൊരു സിദ്ധി കണ്ടില്ലേ? അയ്യോ, എന്തൊരു ജ്ഞാനം കണ്ടില്ലേ? പറയൂ സ്വാമി. ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് അതെ. ബൈ കുങ്കുമക്തേദാദി ചന്ദന തൈലം ആൻഡ് മധുരം ജീവാമൃത ബിന്ദു. കണ്ടില്ലേ? ദൈവദൃഷ്ടി കണ്ടില്ലേ? കണ്ടില്ലേ? നിങ്ങളല്ലേ പറഞ്ഞത് സ്വാമി ഇത് എങ്ങനെ സാധിക്കുന്നു സ്വാമി? ഇത് എവിടെ ദിവ്യദൃഷ്ടികളൊക്കെ? ദിവ്യദൃഷ്ടിയോ? അപ്പടാവേ വരുന്നു. ഈ പരിപാടി ഞാൻ എല്ലാ ദിവസവും കാണുന്ന. അങ്ങനെ പറ സ്വാമി. ഇത് കാണാറുണ്ടോ? എല്ലാ ദിവസവും കാണാറുണ്ട്. നല്ല പരിപാടിയായിട്ട്. അയ്യോ, ഗംഭീരമായ പരിപാടിയാണ്. ഞാൻ ദിവസവും കാണാറുണ്ട്. പിന്നെ നിങ്ങളുടെ വിളിച്ചു പറച്ചിൽ അതും നന്നായിട്ടുണ്ട്. അതിന് ആങ്കറിംഗ് എന്നാ പറയാ? അങ്ങനെയാണല്ലേ? പിന്നെ അത് മാത്രമല്ല, ആ ഷോക്കേഴ്സിൽ ഇരിക്കുന്ന ജോക്കേഴ്സിലെ കോമാളികൾ, അവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറഞ്ഞ? കോമാളികളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്. കോമാളികളോ? ഞങ്ങള് കോമാളികളൊന്നുമല്ല, ഞങ്ങൾ ഓർക്കസ്ട്രക്കാരാ. ഓട്ടോറിക്ഷക്കാരോ? ഓട്ടം കളഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്നേ. പോയി വീട്ടിൽ പട്ടിണിയാകാതെ പോയി 2-10 ഓട്ടോ ഓടാവേ. ഇത് ആരോട് പറയും? ഞങ്ങൾ ഓട്ടോറിക്ഷക്കാരല്ല, ഓർക്കസ്ട്ര. ഓക്ലസ്ട്ര. അത് നേരത്തെ പറയണ്ടേ? അയ്യോ സ്വാമി, നമ്മൾ എന്തിനാ ഇവിടെ വന്നത്? എന്നോട് ചോദിക്കുന്നു. നമുക്ക് നിധി എടുക്കണ്ടേ? ഓ, നിധി എടുക്കാൻ നാം പറഞ്ഞു തന്ന ഭാഗം കുഴിക്കൂ. എവിടെ കുഴിക്കണം? ഞാൻ പറഞ്ഞു തന്ന ഭാഗം കുഴിക്കൂ. പറഞ്ഞു തന്ന ഭാഗം ഒന്നും പറഞ്ഞില്ല അല്ലേ? പറഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ വെറ്റിലയും മഷിയും എടുക്കൂ. മഷി നോട്ടൊക്കെ ഉണ്ടോ? മഷി നോട്ടൊന്നുമില്ല. പിന്നെ വെറ്റില എനിക്ക് ചവയ്ക്കാനും മഷി എന്റെ പേനായി നടക്കും. മുഖം നോക്കി ഭാവി പറയോ? നിന്റെ മുഖം നോക്കിയോ? നിന്റെ മുഖം നോക്കി നല്ല തെറി പറയാനാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ നേരത്തെ പറയണമെന്ന് വിചാരിച്ചു. കുട്ടിയുടെ കൈ നീട്ടിയാൽ ഞാൻ ഫലം പറയാം. കൈ നോക്കിയൊക്കെ പറയാൻ അറിയോ? പിന്നെ ആണോ? ഏത് കൈയാ വേണ്ടേ? ഇടത് കൈ നീട്ടു. വലതേ കൈ. 2 കൈ നീട്ടു. ദേവി. സ്വാമി, എന്തോ? ഒരു സ്വാമിയുടെ അവസ്ഥ അറിയാലോ. അതെ, നിങ്ങൾ ഇവിടെ കളിച്ചോണ്ടിരിക്കാതെ പുറത്തേക്ക് ഇറങ്ങി അവിടെ നിന്നിട്ട് സംസാരിക്കുക. കാരണം ഇപ്പൊ പരിപാടി ഉള്ളതാ ഇവിടെ. അഹങ്കാരം, അതെ, ധിക്കാരം, അതെ, ഊളത്തരം. മാറിക്കങ്ങോട്ട്. എടാ, നിനക്കറിയാമോ, കാക്കയെ കോഴിയാക്കാനും പട്ടിയെ ആടാക്കാനും എനിക്ക് സാധിക്കും. എങ്ങനെ പറഞ്ഞു കൊടുക്കണ? അത് സ്വാമിയുടെ ഹോട്ടലിൽ പോയി ചിക്കൻ കഴിച്ചിട്ടുണ്ടോ? അപ്പൊ മനസ്സിലാവും കാക്ക എങ്ങനെയാ ചിക്കൻ ആയത്. അപ്പൊ മട്ടനോ? ഇനി അത് ഞങ്ങൾ തെളിച്ച് പറയുമായിരിക്കും അത് പട്ടിയാണെന്ന്. അത് മാത്രമല്ല, മനുഷ്യനെ കുരങ്ങനും ചിമ്പാൻസിയും ആക്കാനും എനിക്ക് സാധിക്കും. സ്വാമി, അങ്ങനെയാണെങ്കിൽ കലേശേട്ടനെ ഒന്ന് ചിമ്പാൻസിയാക്കി മാറ്റാൻ പറ്റുമോ? ഈ മുഖം അല്ലേ? സാധ്യമല്ല. അയ്യോ, എന്താ? വേണമെങ്കിൽ ഇവനെ ഒരു മനുഷ്യനാക്കി തരാം. കുട്ടിയെ ഒരു സ്ത്രീയും പിന്നെ ദേഷ്യം വരത്തില്ലയോ? സ്വാമിയായാലും ദേഷ്യം വരാതിരിക്കും. ഇത് പറഞ്ഞുകൊണ്ട് നിന്നാ മതി. എന്റെ നിധി എടുക്കണ്ടേ? ഇനി ഞാൻ എന്ത് ചെയ്യണം? ഇനി എന്താ ചെയ്യുന്നത്? എന്തിനാ വന്നത് ഇവിടെ? ഞാൻ എന്തിനാണ് വന്നത്? നിധി എടുക്കാനല്ലേ? നിധി എടുക്കും. ഇനി ഞാൻ വല്ലതും എന്റെ പ്രോപ്പർട്ടീസ് കൊണ്ടുവരൂ. പൂജാദ്രവ്യങ്ങൾ കൊണ്ടുവരൂ. എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. നാം നോക്കട്ടെ. നോക്കൂ. അവലുണ്ട്, മലരുണ്ട്, എള്ളുണ്ട്. എള്ളുണ്ട് അല്ല, എള്ളുണ്ട്. പനിനീരും ഉണ്ട്. അതല്ല, മിക്സാണ്. നാളികേരം എടുക്കൂ. നാളികേരത്തിന് ഇവിടെ കേരളത്തിൽ നിന്നാണോടാ നാളികേരത്തിൽ തെണ്ടി നടക്കുന്നത് പട്ടി? മാറി നിൽക്കൂ. തള്ളി നിന്നു.
തേങ്ങ വെടലയാണല്ലോ വെടലയാലും ഭൂതയ്ക്കതൊരു വിഷയമല്ലല്ലോ. നാം കാണുന്നു. ആണെന്നെങ്കിൽ പറഞ്ഞതാ, ഞാൻ കുഴിക്കട്ടെ. ഓക്കേ, ഇവിടുന്ന് കിഴക്ക് ഭാഗത്തേക്ക് 5 അടി അങ്ങോട്ട് നടന്നോളൂ. കിഴക്കെവിടാ? സൂര്യൻ ഉദിക്കുന്നിടം എവിടം അവിടെ കിഴക്ക. കിഴക്കേ? കിഴക്കയല്ല, ചൊരക്ക. വെട്ടിയിടി, ഞാൻ പറഞ്ഞേക്കാം. എടാ, അവിടെ കിഴക്കാന്നാ പറഞ്ഞത്. അപ്പൊ സൂര്യൻ ഉദിക്കുന്ന എവിടാണ്? അത് കിഴക്ക്. അപ്പൊ കിഴക്ക് സൂര്യൻ ഉദിക്കുന്നിടം. അപ്പൊ പിന്നെ സൂര്യൻ ഉദിക്കുന്ന എവിടാണ്? എന്റെ നെഞ്ചത്ത്. നിന്നോട് 100 തവണ ഞാൻ പറഞ്ഞില്ലടാ അത് കിഴക്കാന്ന്. അതെ. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. ഒരു കാര്യം ചെയ്യും, ഊഹത്തിൽ പറയൂ. ഇവിടുന്ന് ഈ നൃത്തം കളിക്കുന്നില്ല, ഒന്നും ഞാൻ ദിശ കണ്ടുപിടിക്കട്ടെ സഹോദര. പറയൂ. അറക്കുന്നതിന് മുമ്പ് കിടന്ന് പിടയ്ക്കാതെ. ഇല്ല. ഇവിടുന്ന് 5 അടി അങ്ങോട്ട് നടന്നോളൂ, നേരെ നടന്നോളൂ. അങ്ങോട്ടോ? അങ്ങോട്ട്. ഇതൊക്കെ ഒരു സ്വാമിക്ക് പക്ഷേ ഭാഷയാ. അങ്ങോട്ട് കിഴക്കെന്ന് ഞാൻ 100 തവണ പറഞ്ഞു. അത് മനസ്സിലാകാത്ത പിന്നെ ഞാൻ എന്ത് ചെയ്ത് തരണം നിനക്ക്? ആയുധമെടുത്ത് പോയി കുഴിച്ചോളൂ. 1 ആ 2 3 4 5 കുഴിക്കവിടെ. കുഴിച്ചോട്ടെ. കുഴിച്ചാട്ടെ. എല്ലാരും ഒന്ന് അറിഞ്ഞ് മാറി നിൽക്കും. ഈ കന്യാസും കടലാസും ഒക്കെ ഒന്ന് തള്ളി നിൽക്കേ. എന്താ 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 ഒന്ന് കുഴിച്ചോട്ടെ. അല്ല നടക്കത്തില്ല. എന്താ എവിടെ കുഴിക്കാൻ? എന്റെ നിധി ഇവിടെ ഉണ്ടെന്ന് പറയും സ്വാമി. എനിക്കത് കുഴിച്ചേ പറ്റൂ. ഇയാളെ നിധിയൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ഞങ്ങൾ ഓർക്കസ്ട്ര വായിക്കുന്നത്. എനിക്ക് രക്ഷപ്പെട്ടേ പറ്റൂ. കുഴിച്ചേ പറ്റൂ. നിങ്ങൾ സംസാരിച്ചിരിക്കാൻ സാമാന്യം അങ്ങോട്ട് മാറി ഇവിടെ കുഴിച്ച് കഴിഞ്ഞാൽ പിടിക്കരുതാ പറഞ്ഞത്. സ്വാമി സമ്മതിക്കുന്നില്ല. സ്വാമി സമ്മതിക്കുന്നില്ല. പിന്നെ നീ എന്തിനാണ് കിടന്ന് പിടിച്ചോണ്ടാകുന്നത്? ജീവൻ ആപത്ത് സംഭവിക്കാതെ ഇനി പോരെ. സ്വാമി പിന്നെ എന്തിനാണ് നമ്മൾ വന്നത്? നീ അവിടെ കുഴിച്ചു നോക്കടാ. അവരെ പറയുന്നത് കുടിക്കാനോ സമ്മതിക്കുന്നെന്ന്. കുഴിക്കാൻ പറ്റത്തില്ല. അഹങ്കാരം ഒന്ന് മാറ്റി കൊടുക്കും സ്വാമി. ശത്രുക്കൾ അങ്ങനെ ഒരുപാടുണ്ടാകും. നീ ഇതൊന്നും ശ്രദ്ധിക്കണ്ട. കുഴിക്കൂ. സ്വാമി ഒരു സ്വാമി രക്ഷിക്കൂ സ്വാമി. കുമ്പള് കുത്തി തല വെച്ചവനെ ഇനി വന്നോ. എന്താ കാണിക്കുന്നത്? വാ. അല്ലേ ചെല്ലു ചെല്ലു. ആ നൂഡിൽസ് ഒന്നും പൊഴിഞ്ഞ് താഴെ വീടല്ലേ. ഇങ്ങോട്ട് വേണം. നിന്നെ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കും. മുതിർന്ന ആൾക്കാർ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കിടന്ന് ബഹളം ഉണ്ടാക്കോ. അവിടെ ഒരു നല്ല കർമ്മം നടക്കുകയല്ലേ? അതിനിടയ്ക്ക് ബഹളം ഉണ്ടാക്കാൻ പാടുണ്ടോ? കേട്ടോ? കരാട്ടക്കാരനാ? അയ്യോ, ആഹാ കൊള്ളാമല്ലോ. കാണട്ടെ. കൊള്ളാം. ഓഹോ. ഓ അയ്യോ സ്വാമി കുഴിക്കട്ടെ സ്വാമി. ഇനി കുഴിക്കണ്ട. എന്താ സ്വാമി? നിധിക്ക് സ്ഥാനചലനം സംഭവിച്ചിരിക്കുന്നു. ആ നിധി ഭൂമിയുടെ അന്തരാത്മാവിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്നു. ഇനി അതെന്ന് വരും? ഞാനത് പൊക്കിയെടുക്കും. പക്ഷെ എനിക്ക് സകല സമയം തരണം. തരാം സ്വാമി. തന്നോളൂ. എന്റെ നിധി പോയിന് സ്വാമി എന്തിനാ ഞങ്ങളെ പിടികൊള്ളുന്നത്? വെളിയിൽ ചെന്നിട്ട് പറഞ്ഞു തരാം രഹസ്യമായിട്ട്.